വയനാട് ദുരന്തത്തിന് തൊട്ട് മുൻപ് ഈ വിലങ്ങാടുണ്ടായ വലിയ ഉരുൾപൊട്ടൽ അത് വാർത്തയായിരുന്നു. പക്ഷേ വയനാട്ടിലെ ദുരന്തം ദുരന്തത്തിലേക്ക് കടന്നതുകൊണ്ടാണ് വിലങ്ങാട് നമ്മളൊന്ന് മറന്നു, അല്പം ഒന്ന് പുറകോട്ട് പോയി. പക്ഷെ അവിടെ വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്, ഒരുപാട് നാശനഷ്ടമൊക്കെ ഉണ്ടായി. അവിടെ ഇന്നലെ അതിശക്തമായ മഴ പെയ്തു. വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി. പാലത്തിലൂടെയുള്ള ഗതാഗതം നിലയ്ക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഉരുൾ നാശം വിതച്ച മഞ്ഞച്ചീളയിൽ മേഖലയിൽ നിന്ന് 20ഓളം കുടുംബങ്ങളെ നാട്ടുകാർ മാറ്റി പാർപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ കൃത്യമായി തന്നെ വലിയ മലവെള്ള പാച്ചിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ ഈ വീണ്ടും ഉരുൾപൊട്ടൽ ഈ കാട്ടിലൊക്കെ ഉണ്ടായിരിക്കാം. തീർച്ചയായും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ വിലങ്ങാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇനിയും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം പോലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം നേരത്തെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി അതിനുശേഷം മറ്റൊരു മഴ പെയ്ത സാഹചര്യത്തിലും ഇത്തരത്തിൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ സാഹചര്യത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. അതിശക്തമായ മഴ വിലങ്ങാട് മേഖലയിൽ രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് കുടുംബങ്ങളെ 20ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഭീകരമാണ്. അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പൊക്കെ തുടങ്ങി കാണത്തേ ഉള്ളൂ. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ മഴ സംഭവിക്കുന്നു, മഴ പെയ്യുന്നു. തുടർന്ന് വിലങ്ങാട് ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ മേഖലയിലൊക്കെ ആ പാലം പോലും മുങ്ങുക, വെള്ളത്തിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര ഭയാനകരമായ സ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കണം. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്ന് കരുതുന്നു. MS അനീഷ് കുമാർ അല്പസമയത്തിനകം ചേരും എന്നും കരുതാം, അല്ലെ? എന്തായാലും അതിനു മുമ്പ് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രഞ്ജിത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊപ്പം പ്രധാനപ്പെട്ട അതിഥി ഉണ്ടാകും. ഒപ്പം ബർത്ത്ഡേ വിഷസുമായി പ്രേക്ഷകർ ചേരും. മറ്റൊരുപാട് വാർത്തകൾ ഓണം ഒക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ കൗതുകകരമായ വാർത്തകളും ഉണ്ടാകും. ചെറിയ ഇടവേള.